സ്തോത്രം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ കാരാഗ്രഹത്തിനുള്ളിൽ നിന്ന് എഴുതപ്പെട്ട ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസിയർ, ഫിലേമോൻ, ഈ 4 ലേഖനം തൻ്റെ കാരാഗ്രഹ ലേഖനങ്ങളാണ്. അതിൽ എഫേസ്യ ലേഖനത്തിൽ ഒരു പ്രത്യേകത ഉള്ളത് എന്ന് പറഞ്ഞാൽ 7 എന്ന സംഖ്യ ദൈവിക പൂർണ്ണതയെ കാണിക്കുന്നു. ഈ ലേഖനം എഴുതി ആരംഭിക്കുമ്പോൾ തന്നെ യേശു എഫെസോസ് സഭയിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും എങ്ങനെ തിരഞ്ഞെടുത്തു എന്നുള്ള ആ അനുഭവങ്ങളെ ഓർത്തുകൊണ്ടാണ് വ്യക്തമായിട്ട് പറയേണ്ടതാകുന്നത്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യം നാം മനസ്സിലാക്കുമ്പോൾ യേശു നമ്മെ തിരഞ്ഞെടുപ്പിൻ്റെ 7 വിധ അനുഭവങ്ങളെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. എന്നാൽ എഫെസോസ് സഭയിലെ ദൈവമക്കളായിരിക്കും നിങ്ങൾ മുൻപേ നിങ്ങളെങ്ങനെയായിരുന്നു, അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം അധ്യായം അതിൻ്റെ 11, 12 വാക്യം വായിക്കുമ്പോൾ ദൈവമില്ലാത്തവരായി ലോകത്തിലെ വിവിധ ശാപങ്ങൾക്ക് അടിമപ്പെട്ട്, പ്രത്യേകം 7 വിധ ശാപത്തിന് അടിമപ്പെട്ട് കഴിയപ്പെട്ട വ്യക്തി ജീവിതങ്ങളെ യേശു കർത്താവ് തിരഞ്ഞെടുത്തു എന്നാണ് കാണുവാൻ കഴിയുന്നത്. 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനമായ 7 വിധ അനുഭവങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ തെളിയിപ്പാനിടയാകുന്നു. 3-ാം അധ്യായം അതിൻ്റെതായ 17, 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനമായ നീളം, വീതി, ഉയരം, ആഴം എന്നിങ്ങനെ തുടങ്ങിയ 7 വിധ അനുഭവങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുന്നു. 4-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ കാണുന്ന ഏക പ്രത്യാശയെക്കുറിച്ചാണ്. അവിടെ ജീവിതത്തിൽ ഒരിക്കലും പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ ഏക പ്രത്യാശയെക്കുറിച്ചാണ് അവിടെ പറയപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ വിശ്വാസമൊന്ന്, സ്നാനമൊന്ന് എന്ന് പറഞ്ഞ് തുടങ്ങിയ 7 വിധ ഏക പ്രത്യാശയിലേക്ക് അവർ ഉറപ്പിക്കുന്ന ഒരനുഭവമായിട്ട് കാണുവാൻ കഴിയും. 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ പ്രത്യാശ പ്രാപിച്ച ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഒരു ആത്മനിറവ് വേണം. ആത്മനിറവിൻ്റെ അനുഭവം. 5-ാം അധ്യായം നാം ആത്മാർത്ഥമായ 7 വിധ ആത്മീയ നിറവിൻ്റെ അനുഭവത്തെക്കുറിച്ച് 5-ാം അധ്യായം 18 മുതൽ 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ 7 വിധ ആത്മനിറവിൻ്റെ അനുഭവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അവിടെ വെളിപ്പെടുത്തുന്നു. ആത്മനിറവ് പ്രാപിച്ച ദൈവപൈതലിനെയും ശത്രുവായവൻ തകർക്കാൻ പദ്ധതി ഉള്ളത് കൊണ്ട് ആ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 6-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 18 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ജീവിതത്തിൽ 7 വിധ സർവായുധ വർഗം ധരിച്ചിരിക്കണം എന്ന് വ്യക്തമായിട്ട് ഉറപ്പ് നൽകുന്ന ഒരനുഭവം. റോമൻ പടയാളിയെ തൻ്റെ കാഴ്ചയിൽ കണ്ടുകൊണ്ട് താൻ എന്തെല്ലാം ആയുധങ്ങൾ എവിടെയെല്ലാം ധരിക്കപ്പെട്ടിരിക്കുന്നോ തൻ്റെ സംരക്ഷണം മാത്രമല്ല മറ്റുള്ളവർ രക്ഷിക്കാൻ കൂടി ഉള്ള ഒരനുഭവത്തിൽ ആയുധം കവർ ചെയ്തിരിക്കുന്നത് പോലെ ആത്മീയമായ നിലവാരത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു: ആരയ്ക്ക് സത്യം കിട്ടിയും എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തിൽ ആ വ്യക്തിയെ കണ്ടുകൊണ്ട് തന്നെ ആത്മീയ നിലവാരത്തെ വ്യക്തമായിട്ട് എഫെസോസ് സഭയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഒരനുഭവമായി കാണുവാൻ കഴിയുന്നു. ഈ 6 അധ്യായങ്ങളും 7 വിധ സ്തോത്രം ചെയ്യുന്നു അനുഭവങ്ങളെ ആ പൂർണ്ണതയെക്കുറിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പ്രൈസ്. ആത്മീയ ജീവിതത്തിൻ്റെതായ അനുഭവങ്ങൾ ശക്തമായി ഓടിയവർ, ശക്തമായി കർത്താവിനെ ശുശ്രൂഷിച്ചവർ, കർത്താവിൻ്റെ നാമത്തെ ശക്തമായി മഹിമപ്പെടുത്തിയവർ ഇന്ന് പലരും പ്രൈസ് ദി ലോർഡ്
യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് ആ ഒടുവിലത്തെ അവസ്ഥ ആത്മീയ ജീവിത നിലവാരത്തിൽ നിന്ന് അകന്നിരിക്കുന്ന അനുഭവങ്ങളിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന സ്നേഹിത, പിതാവേ, മാതാവേ, നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഒടുവിലത്തെ അവസ്ഥ ഏത് നിലവാരത്തിലാണ് ആയിരിക്കുന്നത്? യേശു കർത്താവ് വരുവാൻ സമയം ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെതായ അനുഭവങ്ങളിൽ ഏത് നിലവാരത്തിലാണ് നിങ്ങൾ നിൽക്കുവാൻ കഴിയുന്നത്? പൂർവ്വപിതാവായ അബ്രഹാമിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കർത്താവായ ദൈവം തന്നെ വിളിച്ച് പുറത്തിറക്കി, നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ എന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞ ആ മാത്രയിൽ ദൈവശബ്ദം കേട്ട് അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ താൻ ദൈവശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെട്ട തൻ്റെ പിന്നാലെ തൻ്റെ സഹോദരപുത്രനായ ലോത്തും തൻ്റെ സമ്പത്തും തൻ്റെ കുടുംബവും എല്ലാം ചേർന്ന് തൻ്റെ പിന്നാലെ യാത്ര പുറപ്പെട്ടു. താൻ മുൻപോട്ട് യാത്ര ചെയ്ത് കടന്നു വരുമ്പോൾ വാഗ്ദത്തം കേട്ട് അല്ലെങ്കിൽ ദൈവശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെട്ടു മുൻപോട്ട് കൂടാരമടിക്കുക മാത്രമല്ല, യാഗപീഠം പണിത് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ കൂടെ ഇറങ്ങി തിരിച്ച ലോത്താകട്ടെ തൻ്റെ മൃഗസമ്പത്തിന് പുഷ്ടി വരുത്തുവാനും താൻ നല്ല പച്ചപ്പുള്ള ദേശത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഭൗതിക സമൃദ്ധിക്ക് വേണ്ടി മാത്രം ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുമ്പോൾ, അബ്രഹാമാകട്ടെ തന്നെ വിളിച്ച ദൈവത്തിൻ്റെ മുമ്പാകെ ഭക്തിവിശ്വാസത്തോടുകൂടെ താൻ ഓരോ ദിവസവും താൻ ചുവട് വയ്ക്കുമ്പോൾ ആത്മാവിൻ്റെ ബലത്തോടെ, ആത്മാവിൻ്റെ ശക്തിയോടെ താൻ ഓരോ ചുവടുകൾ വയ്ക്കുമ്പോൾ തന്നെ തൻ്റെ ശാരീരമായി വാർദ്ധക്യമായ അനുഭവങ്ങൾ കടന്നു വരുമ്പോഴും ആത്മാവിൽ ബലപ്പെട്ട് വരുന്ന ഒരനുഭവമായി കാണുവാൻ കഴിയുന്നു. എന്നാൽ ലോത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരും തമ്മിൽ പിണക്കമുണ്ടായ കാരണത്താൽ രണ്ടുപേരും രണ്ട് ദേശത്തേക്ക് പോകേണ്ടയായി. ലോത്താകട്ടെ നീരോട്ടമുള്ള പ്രദേശത്തെ തേടി സോദോം ഗോമോറ പട്ടണം വരെ താൻ എത്തിച്ചേർന്ന് അവിടെ സന്തോഷമായിട്ട് അവിടെ ജീവിക്കുക. എന്നാൽ അബ്രഹാമാകട്ടെ താൻ മുൻപോട്ട് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ളവൻ, ദൈവം വിളിച്ച് ഇറക്കിയ വ്യക്തിക്ക് ഉറപ്പോടെ പറയാം, ദൈവം പറയുന്നത് മാത്രം കേട്ടനുസരിച്ച് മുൻപോട്ട് പോകുന്ന അബ്രഹാം ഇതാ കൂടാരം മടിച്ച് മമ്രയുടെ തോപ്പിലേക്ക് എത്തുവാനിടയായി. മമ്ര എന്ന വാക്കിൻ്റെ അർത്ഥം അമിത ബലം പ്രാപിച്ചവനായി. കൂടാരത്തിൻ്റെ വാതുക്കൽ താൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ തേടി തൻ്റെ കൂടാരത്തെ ലക്ഷ്യമാക്കി ദൈവവും രണ്ട് ദൂതന്മാരുമായി, എന്നാൽ 3 പുരുഷന്മാർ വരുന്നതായി താൻ കാണുന്നു. താൻ ഉടനെ തന്നെ ഓടിച്ചെന്ന് എതിരേറ്റ് നിലം വരെ കുനിഞ്ഞ് അവരുടെ പാദമെല്ലാം കഴുകി വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുത്തിയ ശേഷം അവർക്ക് ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തുവാനിടയായി. ആ സമയത്ത് വന്ന ദൈവവും ദൂതന്മാരും, നിൻ്റെ ഭാര്യ എവിടെ എന്ന് പറഞ്ഞു. ചോദിച്ചു. ചോദിച്ച മാത്രയിൽ അവൾ കൂടാരത്തിലുണ്ടെന്ന് പറയുകയും അവർക്ക് കൊടുക്കേണ്ട അനുഗ്രഹത്തിൻ്റെ വചസ്സുകൾ അവിടെ വെളിപ്പെടുത്തിയ ശേഷം അബ്രഹാമിനോട് പറഞ്ഞു, ഞാനീ ലോത്ത് പാർക്കുന്ന സോദോം ഗോമോറ ദേശത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ തന്നെ പിരിഞ്ഞു പോയതായ സഹോദരപുത്രനാണെങ്കിലും തന്നെക്കുറിച്ചൊരു കരുതലുള്ളവൻ അബ്രഹാം ചെന്ന് അവർ യാത്ര പുറപ്പെടുമ്പോഴും അവിടുന്ന് മധ്യസ്ഥ ചെയ്യുകയാണ്. കർത്താവേ, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? തുടർന്ന് 10 നീതിമാന്മാർ വരെ മധ്യസ്ഥത ചോദിച്ച് അബ്രഹാം സ്തോത്രം ചെയ്യുന്നു. 10 പേർ നിമിത്തം ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ് മധ്യസ്ഥ ചെയ്യുന്ന അബ്രഹാം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാനായി പ്രാഗൽഭ്യമുള്ള അമിതബലമുള്ള അബ്രഹാം, പ്രൈസ് ദി ലോർഡ്, ഒടുവിലായി അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് ലോത്തിൻ്റെ പട്ടണമായ സോദോം ഗോമോറ ദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ പാപത്തിൻ്റെ ആധിക്യം മുഖേന സ്തോത്രം ചെയ്യുന്നു, ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ തമ്പുരാൻ തീരുമാനിച്ചിരിക്കുക.
ആമേൻ സ്വന്തം പുരുഷ മൈഥുനക്കാരായി ആണാണോട് ശയിക്കുന്നൊരനുഭവത്താൽ അവലക്ഷണം കെട്ട പാപം ആമേൻ പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന ആ സോദോം ഗൊമോറ പട്ടണത്തെ എൻ്റെ കർത്താവ് തീയും ഗന്ധകവും ഇറക്കി നശിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പായി അബ്രഹാം മധ്യസ്ഥതായ ആ മധ്യസ്ഥയെ ഓർത്ത് ലോത്തിനെയും തൻ്റെ കുടുംബത്തെയും ആമേൻ പുറത്തു കൊണ്ടുവന്ന് ഇതാ അകറ്റി മാറ്റി നിർത്തിയിട്ട് ആ പട്ടണത്തെ തീയും ഗന്ധവും ഇറക്കുവാൻ തീരുമാനിക്കുക. ദൈവവുമായിട്ട് ബന്ധമില്ലവൻ ഭൗതികമായ വിഷയങ്ങളിൽ മാത്രം ആകൃഷ്ടനായിരുന്നായ തൻ്റെ ഭാര്യ, 2 പെൺമക്കൾ അവർ യാത്ര പുറപ്പെട്ടു മുമ്പോട്ട് ഓടുമ്പോൾ പുറകിലോട്ട് തിരിഞ്ഞു നോക്കല്ലെന്നുള്ള വാക്കുകൾ പോലും ആമ അവഗണിച്ചുകൊണ്ട് പുറകിലേക്ക് നോക്കുന്ന ലോത്തിൻ്റെ ഭാര്യ ആമ ഇന്നും ആമ ഒരു അടയാളമായി ഒരു ഉപ്പു തൂണായി ആമ നിലകൊള്ളുകയാണ്. എന്നാൽ മുൻപോട്ടോടിയതായ ലോത്തും തൻ്റെ 2 പെൺമക്കളും ഒരു ഗുഹയിൽ പാർക്കുവാനിടയായി. പറയുവാൻ കഴിയാത്ത നിലകളിൽ 18-ാം അധ്യായം നാം ചിന്തിച്ചു വരുമ്പോൾ ആമെ ദൈവത്തോട് ആമെ ചേർന്ന് നിന്ന ആമെ ദൈവിക അനുസരണത്തോടെ മുൻപോട്ട് കടന്നുപോയ അബ്രഹാമിന് അനുഗ്രഹം നൽകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ ഈ ലോത്തിൻ്റെ 2 പെൺമക്കളിലൂടെ ആമേൻ ഈ പിതാവിനാൽ ജനിക്കപ്പെട്ട 2 മക്കളുടേതായ അനുഭവത്തോടെ അമോന്യനും മോവാബ്യനുമെന്ന 2 തലമുറയ്ക്ക് ഭൂമിയിൽ സംജാതമാക്കിക്കൊണ്ട് ഇതാ ആമേ ശാപത്തിൻ്റെ നിഴലിന് അടയാളമായിട്ട് ഇതാ സ്തോത്രം ചെയ്യുന്നു. ലോത്ത് നിലകൊള്ളുമ്പോൾ ലോത്തിൻ്റെ ഒടുവിൽ അവൻ ശാപഗ്രസ്തനായി ശാപത്തിൻ്റെ 2 തലമുറകൾക്ക് വേണ്ടി തൻ വഴിയൊരുക്കി ആമേ തൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ആമേ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാം പ്രൈസ് ദി ലോർഡ് തൻ്റെ ജീവിതത്തിലായ വാഗ്ദത്ത നിവർത്തീകരണം പ്രാപിക്കുക മാത്രമല്ല കർത്താവിൻ്റെ നാമത്തെ ശക്തമായി ആരാധിപ്പാൻ ദൈവാത്മാവ് തന്നെ ഇടയാക്കി. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, കർത്താവ് വിളിച്ച് വേർതിരിച്ച് ഇറങ്ങിത്തിരിച്ച നാളിതുവരെയും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? ഈ ഒടുവിലത്തെ നാളുകളിൽ ആമേൻ നിങ്ങൾ ദൈവവുമായിട്ട് അകന്നവരാണോ? പിന്മാറ്റത്തിലാണോ? പ്രൈസ് ദി ലോർഡ് ദൈവിക ബന്ധമില്ലാത്തവരാണോ? എങ്കിൽ ആമേൻ ഈ ഒടുവിലത്തെ നാളുകൾ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ആമേ കടന്നു വരുവാൻ നിങ്ങളെ മാടി വിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ് ആമേ ആ കർത്താവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കൊരുക്കിയിരിക്കുന്നത് കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറയപ്പെട്ട ആമേൻ പാതാളമാണ്. എന്നാൽ ഒരിക്കൽ പോലും ആ അനുഭവങ്ങളിലേക്ക് കടന്നു പോകേണ്ടയാകാതെ പ്രൈസ് ദി ലോർഡ് യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് അബ്രഹാമിൻ്റെ ജീവിതയാത്രയിൽ ആമേ അണുകിട പോലും മാറിപ്പോകാൻ കഴിയാതെ യേശുവിനെ നോക്കി യാത്ര ചെയ്ത അനുഭവം പോലെ ആയിരുന്നു കൊണ്ട് മുൻപോട്ട് പോയതുകൊണ്ടാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഏറിയ സന്തോഷം. നിങ്ങൾക്കും ആമേ കേൾക്കുന്നവർക്കും അബ്രഹാമിൻ്റെ ദൈവമേ എന്ന് പറയുവാൻ ഒരു പ്രാഗൽഭ്യം നൽകുവാൻ ഇടയായത് അബ്രഹാമിൻ്റെ പ്രവൃത്തിയിലൂടെ തന്ന നല്ല അനുഭവങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ ശ്രവിക്കുന്ന യൗവനക്കാരാകട്ടെ, യവനെ ശ്രവിക്കുന്ന മാതാപിതാക്കളാകട്ടെ, പ്രിയ സഹോദരങ്ങളാകട്ടെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ആത്മീയ ജീവിതം നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. നിങ്ങളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ആ കർത്താവിൻ്റെ സാന്നിധ്യം അധികമായി അനുഭവിച്ചുകൊണ്ട് ഈ ഒടുവിലത്തെ നാളുകൾ യേശുവിനെ അധികം പ്രകാശിക്കുന്നൊരനുഭവമാക്കി തീർക്കുവാൻ, യേശുവിന് അധികമായി ശോഭയുള്ളവരായി തീരുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മെ ധന്യമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആമേ ഒരിക്കൽ കൂടി ആമേ വളരെ പ്രാഗൽഭ്യത്തോടെ വളരെ പ്രത്യാശയോടെ ആമേ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. യേശുവിൻ്റെ സ്നേഹത്തിന് അകന്നുപോയ വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഈ നിമിഷം സംസാരിക്കുന്നത്, നിങ്ങൾ മടങ്ങി വരിക. യേശുവിൻ്റെ സ്നേഹത്തിൽ ഈ ഒടുവിലത്തെ നാളുകളിൽ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ ശക്തമായി ആരാധിച്ച് മുന്നേറുവാൻ പരിശുദ്ധനായ ദൈവം ധന്യമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒടുവിൽ കർത്താവിനും
അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് ജയിച്ച് മുന്നേറുവാൻ ദൈവം ഒരുപോലെ നമ്മെ സഹായിക്കുമാറാകട്ടെ എന്നുള്ള പ്രത്യാശയുടെ വാക്കുകളോടുകൂടി എൻ്റെ വാക്ക് ഞാൻ നിർത്തുന്നു. ദൈവം ധന്യമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.